എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാവിലത്തെ പ്രോഗ്രാം ഈപ്പൻ സാറിന്റെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നതാണ്. നന്ദിയോടെ ഞാൻ പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി ആടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു നന്മകളും എനിക്കേകിടും കൃപാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യമായ അഞ്ചുതെങ്ങ് കോട്ടയിൽ എത്തിയിരിക്കുന്നു. കേരള തീരത്തെ ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ആദ്യത്തെ സ്ഥിരം പോസ്റ്റായിരുന്നു ഈ കോട്ട. 1693 നവംബറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ജോൺ ബ്രാബോണിനെ ആറ്റിങ്ങലേക്ക് അയച്ചു. അവിടെ അദ്ദേഹം ആറ്റിങ്ങലിലെ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തകയ്ക്കൊപ്പം അഞ്ചുതെങ്ങുവിന്റെ മണൽ പരപ്പിൽ ഒരു കോട്ടയ്ക്കായി റാണി അഷൂറിൽ നിന്ന് ഒരു സ്ഥലം നേടി. 1696 ജനുവരിയിൽ ഈസ്റ്റ് ഇന്ത്യാ കമ്പനി നിർമ്മാണം ആരംഭിച്ചു. 1696 ജൂണിൽ റോബർട്ട് കുലിഫോർഡിന്റെ കീഴിലുള്ള കെച്ച് ജോസിയിലെ ബ്രിട്ടീഷ് കടൽക്കൊള്ളക്കാർ അഞ്ചുതെങ്ങ് കോട്ട നശിപ്പിച്ചു. നിർമ്മാണം നടക്കുമ്പോൾ കോട്ടയുടെ നിർമ്മാണത്തിനെതിരെ ഡച്ചുകാർ റാണിയെ സ്വാധീനിച്ചു. കാരണം ഇത് കേരള തീരത്തെ അവരുടെ സ്വന്തം വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കും. നിർമ്മാണം നിർത്താൻ റാണി ബ്രാബോണിനോട് ഉത്തരവിട്ടു. പക്ഷേ അദ്ദേഹം അവരുടെ ഉത്തരവുകൾ അവഗണിച്ചു. തുടർന്ന് സാധനങ്ങൾക്കുള്ള ഉപരോധം ബ്രിട്ടീഷുകാരെ പട്ടിണിയിലാക്കാൻ റാണി ശ്രമിച്ചുവെങ്കിലും അവ കടലിൽ നിന്ന് വിതരണം ചെയ്യാൻ കഴിയുമെന്നതിനാൽ ഉപരോധം ഫലപ്രദമല്ലെന്ന് തെളിഞ്ഞു.
തുടർന്ന് അവർ ബ്രാബോറിനെതിരെ ഒരു സായുധ സേനയെ അയച്ചെങ്കിലും അദ്ദേഹം അതിനെ പരാജയപ്പെടുത്തുകയും ഒരു സമാധാനം ക്രമീകരിക്കുകയും ചെയ്തു. 1699 കോട്ട പൂർത്തിയായി. കുരുമുളക്, പരുത്തി തുണിത്തരങ്ങൾ എന്നിവയുടെ വ്യാപാരം അതിവേഗം വളർന്നു. ബ്രിട്ടനിൽ നിന്ന് വരുന്ന കപ്പലുകളുടെ ആദ്യ സിഗ്നലിംഗ് സ്റ്റേഷനായി ഈ കോട്ട പ്രവർത്തിച്ചു. 256 അടി ചതുരാകൃതിയിലുള്ള ഈ കോട്ടയിൽ 8 പൗണ്ടർ തോക്കുകൾ ഘടിപ്പിച്ച 4 കൊത്തളങ്ങളുണ്ട്. കൊത്തളങ്ങൾക്കിടയിലുള്ള മതിലുകളിൽ 7-8 തോക്കുകളുണ്ടായിരുന്നു. കൂടാതെ കടലിന് അഭിമുഖമായി 20 പൗണ്ടർ തോക്കുകളുടെ ഒരു ബാറ്ററിയും ഉണ്ടായിരുന്നു. കോട്ടയിൽ 400 യൂറോപ്യന്മാരും 70 മുതൽ 80 ടോപാസുകളും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ബോംബെ കാസിൽ കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പിന്നിൽ 2ാം സ്ഥാനത്തായിരുന്നു അഞ്ചുതെങ്ങ്. ആയിരത്തി 1697 ആക്രമണത്തേക്കാൾ പ്രാധാന്യമുള്ളത് ആറ്റിങ്ങലിലെ സംഭവവും തുടർന്നുള്ള 1721 ഏപ്രിലിലെ ഉപരോധവുമായിരുന്നു. 1704 വരെ ബ്രാബോൺ കോട്ടയുടെ ചുമതലയിൽ തുടർന്നു. കോട്ടയിൽ അടക്കം ചെയ്യപ്പെട്ട ഭാര്യയുടെ മരണത്തെ തുടർന്ന് സൈമൺ കൗസ് അദ്ദേഹത്തെ പിന്തുടർന്നു. ഒരു സ്വതന്ത്ര വ്യാപാരിയായി കോട്ടയിൽ തുടർന്നെങ്കിലും കൗസിന് പകരം ജോൺ കിഫിനെ നിയമിച്ചു. സ്വയം സമ്പുഷ്ടീകരണത്തിനായി കിഫിൻ തന്റെ സ്ഥാനം ചൂഷണം ചെയ്യുകയും പ്രാദേശിക രാഷ്ട്രീയത്തിൽ വിവാദപരമായി ഏർപ്പെടുകയും ചെയ്തു. 1700 റാണി അഷുറെ മരിക്കുകയും അവരുടെ പിൻഗാമിക്ക് അവരുടെ പ്രജകളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള മോശം ബന്ധത്തിന് കാരണമായി. 1717 ആയപ്പോഴേക്കും കിഫിൻ വിരമിക്കുകയും പകരം വില്യം ഗിഫോർഡിനെ നിയമിക്കുകയും ചെയ്തു. അദ്ദേഹം തന്റെ മുൻഗാമിയേക്കാൾ കൂടുതൽ സ്വയം സേവനവും ഭിന്നിപ്പിക്കലും ആയിരുന്നു. പ്രാദേശിക ജനങ്ങളുമായുള്ള ബന്ധം വഷളായിക്കൊണ്ടിരുന്നു. ാണ് 1721 തുടക്കത്തിൽ റാണിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിൽ 7 വർഷം മുമ്പ് നിർത്തലാക്കിയിരുന്ന വാർഷിക സമ്മാനങ്ങൾ നൽകുന്ന രീതി പുനരുജ്ജീവിപ്പിക്കാൻ ജിഫോർഡ് നിർദ്ദേശിച്ചു. 1721 ഏപ്രിൽ 11 കൗസെ ഉൾപ്പെടെ കുറഞ്ഞത് 240 പേരടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പം അദ്ദേഹം ആറ്റിങ്ങലേക്ക് 4 മൈൽ ദൂരം സഞ്ചരിക്കുകയും ഒരു വലിയ സൗഹൃദ ജനക്കൂട്ടം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. പോർട്ടർമാരെ ഏൽപ്പിച്ചിരുന്നതിനാൽ ജിഫോർഡിന്റെ ആളുകൾക്ക് റീലോഡ് വെടിക്കോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പ്രാദേശിക പ്രഭുക്കന്മാരിൽ ഏറ്റവും സൗഹൃദമുള്ളയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. സംശയം ജനിപ്പിച്ചതിനാൽ കോട്ടയിലേക്ക് മടങ്ങാൻ കൗസ് ഉപദേശിച്ചു. റാണിയിൽ നിന്ന് ലഭിച്ച ഒരു സന്ദേശം ഇത് സാധൂകരിച്ചു. ഈ മുന്നറിയിപ്പുകൾ ഗിഫോർഡ് ശ്രദ്ധിക്കാതിരിക്കുകയും തന്റെ പാർട്ടിയെ ഒരു ചെറിയ സ്ഥലത്ത് ഒതുക്കാൻ കഴിഞ്ഞു. സൗഹാർദ്ദപരമായ ആംഗ്യത്തിൽ അദ്ദേഹത്തിന്റെ ആളുകൾ അവരുടെ തോക്കുകൾ പ്രയോഗിച്ചുവെങ്കിലും അവരുടെ റീലോഡുകൾ എടുത്തതായി കണ്ടെത്തിയില്ല. ബാക്കിയുള്ള കാവൽപ്പടയുടെ ദുരവസ്ഥയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ആ രാത്രി തന്നെ മടങ്ങിവരുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ജിഫോർഡ് കോട്ടയിലേക്ക് ഒരു സന്ദേശം അയച്ചു. എന്നാലും വൈകുന്നേരമോ പിറ്റേ ദിവസമോ ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ആളുകളെ ആക്രമിക്കപ്പെടുകയും കീഴടക്കപ്പെടുകയും ചെയ്തു. കോട്ടയിലേക്ക് മടങ്ങുകയും ചെയ്തെങ്കിലും മടക്കത്തിനിടെ കുറേപേർ കൊല്ലപ്പെടുകയും ചെയ്തെങ്കിലും കൗസ് ഉൾപ്പെടെ ഒരു ചെറിയ വിഭാഗം ആളുകൾ രക്ഷപ്പെട്ടു. 25 വയസ്സിൽ 3ാം തവണ വിധവയായ ജിഫോർഡിന്റെ ഭാര്യ കാതറിൻ നീ കുക്ക്, കൗസിന്റെ ഭാര്യ, മറ്റൊരു സ്ത്രീ, 6 കുട്ടികൾ എന്നിവർ കോട്ടയുടെ രേഖകളുമായി മാലിദ്വീപിൽ നിന്ന് ഒരു ചരക്ക് കയറ്റിയ ഒരു ചെറിയ പ്രാദേശിക കപ്പലിൽ ചെന്നൈയിലേക്ക് പോയി. അവശേഷിക്കുന്ന 35 സൈനികരുള്ള കോട്ട ഉപരോധിക്കപ്പെട്ടു. അവരിൽ 20 പേർക്ക് മാത്രമേ തോക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ. ഉപരോധക്കാർ വീടുകൾ കത്തിച്ചു. കോട്ടയ്ക്ക് ചുറ്റും താമസിച്ചിരുന്ന 150 ഓളം പ്രദേശവാസികളും അകത്ത് അഭയം തേടി. ഗണ്ണറി ഓഫീസറായ സാമുവൽ ഇൻസ് ആണ് പ്രതിരോധം സംഘടിപ്പിച്ചത്. ഏപ്രിൽ 25 കൊച്ചിയിൽ നിന്ന് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനി കപ്പലുകൾ സാധനസാമഗ്രികളും 7 പടക്കപ്പലുമായി എത്തി. കുടിയൊഴിപ്പിക്കപ്പെട്ട പ്രദേശവാസികൾക്ക് അഭയം നൽകുന്ന കൊല്ലം രാജാവിൽ നിന്ന് ഒരു സന്ദേശവും ലഭിച്ചു. അതിനാൽ 150 സ്ത്രീകളെയും കുട്ടികളെയും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലേക്ക് അയച്ചു. മെയ് 1 തലശ്ശേരി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് 52 പേർ കൂടി കൂടുതൽ സേനയായി എത്തി. തിരുവിതാംകൂർ രാജാവ് ഒരു ആശ്വാസ സേനയെ അയക്കുന്നു എന്ന അഭ്യൂഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 3 വശത്തും ശക്തമായ ആക്രമണം ഉണ്ടാകുന്നതുവരെ ജൂൺ 24 വരെ ഉപരോധം തുടർന്നു.
പീരങ്കികളും ഗ്രനേഡുകളും ഉപയോഗിച്ച് കാവൽപ്പടയിൽ ആൾനാശമൊന്നും സംഭവിക്കാതെ ആക്രമണം ചെറുക്കുകയും അതിനുശേഷം ഗുരുതരമായ ആക്രമണങ്ങളൊന്നും നടക്കാതിരിക്കുകയും ചെയ്തു. കാലക്രമേണ കോഴിക്കോട്ടിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ സ്വീകരിക്കുകയും റാണിയും അവരുടെ വിശ്വസ്ത പ്രജകളും സാധനങ്ങൾ അയക്കുകയും ചെയ്തു. ജൂലൈ തുടക്കത്തിൽ ഉപരോധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ബോംബെയിൽ എത്തിയിരുന്നുവെങ്കിലും ഒക്ടോബർ 17 കാർവാറിൽ നിന്നും സൂറത്തിൽ നിന്നും 300 പേർ എത്തുകയും കോട്ടയിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നതുവരെ കോട്ടയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടന്നില്ല. അഞ്ചുതെങ്ങിലെ പ്രധാന ലാൻഡ്മാർക്ക് കടലിനും കായലുകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചെങ്കോ കോട്ടയാണ്. കോട്ടയുടെ പരിസരത്ത് ചില പുരാതന ശവകുടീരങ്ങളും പൂന്തോട്ടവും സഞ്ചാരികൾക്ക് കാണാൻ കഴിയും. അഞ്ചുതെങ്കു എന്നാൽ അക്ഷരാർത്ഥത്തിൽ 5 തെങ്ങുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. പേർ സൂചിപ്പിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ തെങ്ങുകൾ കൊണ്ടാണ് കൃഷി. 1697 കേരളത്തിലെ അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു ചെറിയ കലാപമായിരുന്നു അഞ്ചുതെങ്ങിന്റെ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ആദ്യത്തെ കൂട്ടായ നടപടിയായിരുന്നു അത്. അഞ്ചെങ്കോ കോട്ടയ്ക്ക് പുറമെ അഞ്ചുതെങ്ങുവിലെ യൂറോപ്യൻ കൊളോണിയൽ ശക്തികളുമായുള്ള ബന്ധത്തിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി പ്രധാന ലാൻഡ് മാർക്കുകളും ഉണ്ട്. ബ്രിട്ടനിൽ നിന്ന് വരുന്ന കപ്പലുകളെ നയിച്ചതായി വിശ്വസിക്കപ്പെടുന്ന 130 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ് അതിലൊന്നാണ്. നമ്മൾ അടുത്ത ലക്ഷ്യമായ റിസോർട്ടിൽ എത്തി. ചെറിയ ഒരു വിശ്രമം.
കുറെ പേർ അടുത്ത ദ്വീപായ ഗോൾഡൻ ഐലൻഡിലേക്ക് ചെറിയ ഒരു ബോട്ടിൽ യാത്രയാവുകയാണ്. ഒരാളുടെ പോണം പുറകോട്ട് 5 മതിയെന്ന് എന്തൊരു പറയണ ഇങ്ങനെ മാതൃകാ ദമ്പതികൾ. കാര്യം കണ്ടാ തോന്നുന്നില്ല മേലോട്ടല്ലെന്നേ ഉള്ളു നീ വച്ചില്ലെന്നുള്ളതേ ഉള്ളു.
ഇനി കുറെ പേർ കയാക്കിംഗ് പരിശീലിക്കാൻ പോവുകയാണ്. അതിന്റെ ആദ്യ പാഠങ്ങളാണ് ഈ കാണുന്നത്. അത് നമുക്ക് ഇന്റർനാഷണൽ ആയിട്ട് കാണാം. ഓരോരുത്തരായി കയാക്കിംഗ് ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ആദ്യമായി കളിയാക്കിങ്ങിന് പോകുന്നവർക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ട്. പുറത്തിറങ്ങല്ലേ? ഫസ്റ്റ് ടൈമല്ലേ കയ്യാക്ക് നമ്മൾ അവിടെ ചാൻസ് ഉണ്ട്. അങ്ങോട്ട് പോയി
ഓരോരുത്തരായി കായലിലേക്ക് പോവുകയാണ്. പേടിയുള്ളവർ അകത്തെ പോണ്ടിൽ ചുറ്റിക്കറങ്ങുന്നു. ഇടിക്കും ഇടിക്കും. നേരെയാക്ക് നേരെയാക്ക നേരെയാക്ക്. ഫൈനൽ റൗണ്ടിൽ എത്തിയവരാണ് എബി സൈൽസ്, അസിസ്റ്റന്റ് വികാരി റിജോയ് അച്ഛൻ, ഐപ്പ് വർഗീസ് എന്നിവർ. ഇവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. കൺട്രോളില്ല. അല്ല നമുക്ക് എന്ത് സുഖം തൊഴേണ്ട, ഇങ്ങനെ ഇരുന്നാ പോലെ. ഇതിന് ആവശ്യമില്ലാത്ത കൊള്ളണ്ട. അവസാനം ആൾക്കാർ വെരി ഗുഡ് കൈ അടിക്കും. നമ്മൾ വെയിലുള്ളത് കൈ ഇങ്ങനെ പറയാവൂ. ഇവരാണ് എബി, അസിസ്റ്റന്റ് വികാരി റിജോയ് അച്ഛൻ. ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇടവയാണ്. വർക്കല കൊല്ലുമല്ലേ? വേറെ ഉണ്ട് ഇവിടെ അഞ്ചാല കൊച്ചുങ്ങള് കിടത്തുന്ന നമ്മള് ഇപ്പോൾ പാല് കൊടുക്കുമ്പോൾ ഇതും വെച്ചോണ്ട് കിടന്ന് ഉറങ്ങും. ഞാൻ പോയി ഓഫീ വിളിക്കും. സഞ്ചാരം ഇട്ടുകൊടുത്തല്ല ഒരു സ്ഥിര കാര്യം പറഞ്ഞതാണ്. വേണമെങ്കിൽ തൊട്ട് കാണിക്കാൻ. ഉച്ച കഴിഞ്ഞ് വെറൈറ്റി എന്റർടൈൻമെന്റ് ഉണ്ട് ഉഷാരിയുടെ. അതാ ഇപ്പൊ സ്കൂട്ടറാ പോകുന്നത്. അപ്പുറത്താണ് എന്ത് മനോഹരമായി ഇവിടൊക്കെ ടൂറിസം ഭംഗിയായിട്ട് ചെയ്താലേ അവരോടൊക്കെ മര്യാദയ്ക്ക് അത് വിയറ്റ്നാമിൽ നമ്മൾ പോയി കണ്ടത് മര്യാദയാണ്. നമ്മുടെ അത്രയും ഫിനാൻഷ്യലി സൗണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊഴിച്ച് ബാക്കിയെല്ലാം വീട്ടിൽ
ഞങ്ങൾ ഗോൾഡൻ ഐലൻഡിൽ എത്തിയപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ ബിനോയ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് മുളക്കൂട്ടങ്ങളും ഒരു അമ്പലവും മാത്രമേ കാണാനുള്ളൂ. എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി നന്നായി പോസ്റ്റ് ചെയ്തു. ഫോട്ടോ എടുത്തിട്ടാ ജാക്കോ സാറ് ഫുള്ള് ഫോട്ടോ എടുക്കുവാന്നല്ലേ? അച്ഛന്റെ മാത്രം എടുക്കണം. കാണിക്കണേ ആവശ്യം. ഫോറിനിലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞാലേ നമ്മളെ പോലെ ആ ബോട്ടിങ്ങിൽ രാത്രി പോയി നമ്മള് ക്രൂസിന് പോയെ അതുപോലെയൊക്കെ ആക്കിയേനെ ഓടങ്ങാണൊക്കെ ആയിരുന്നെങ്കിൽ അവിടെയൊക്കെ എന്ത് സ്കോപ്പുള്ളതാണ് ഇവിടെ. പിന്നെ ഓരോ രീതിയിൽ ആ രീതിയിൽ ടൂറിസ്റ്റ് ഓരോ പേര് വരുന്നത് എല്ലാം കാശ് അല്ല ആ രാജ്യത്തിനെക്കാട്ടി 4 സ്കോപ്പ് ഉള്ള സ്ഥലമൊക്കെയാണ്. ഇതിനടുത്ത് 6-5 കൊന്നു. ഇതിനടുത്ത് 5 കൊന്നു. ഇന്നലെ വൈകിട്ട് ന്യൂസ് പോകുന്നു അതന്നെ.
നല്ല സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്നേഹമായിരുന്നു. പിന്നെ അല്ല ഞങ്ങളുടെ കുടുംബത്തിന്റെ നേരത്തെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞു ഈ വണ്ടിക്കുണ്ടെങ്കിലാ എന്ന് പറഞ്ഞാൽ അവനെയല്ല മേടിച്ചോണ്ട് പോകുന്നവന് പാട്ടുകളായിരുന്നു. ഇഷ്ടംപോലെ പാട്ടുകാരുണ്ടായിരുന്നു. ഇന്നത്തെ പ്രമുഖ ഗായകൻ അതിനെക്കാട്ടി വരണോ ഇവര് ഒരു കഥ അങ്ങ് പറഞ്ഞു തകർത്ത് ശ്യാമള ഇറക്കി വിട്ടത്. ഇതുകൊണ്ടാണ് ബീനാമയെ കൊണ്ടുവന്നത്. നിവൃത്തിയാണ് അവർക്ക് കർത്തവ്യം ഒന്നുമില്ല. രാവണ ഇവിടെ സർവീസ് ബോട്ട് ഉണ്ടോ? ഇവിടെ ബോട്ട് മണയിൽ കടവ് അപ്പൊ ആരും സ്വിറ്റ്സർലൻഡിൽ പോകുന്നുണ്ടല്ലോ. അതല്ല ഇവിടെ എല്ലാം ഫ്രീയാ. കുഞ്ഞിന്റെ
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ധാരാളം രസകരമായ വിഭവങ്ങളുമായി പാർട്ട് 2 കാണാം. അതുവരെ ഗുഡ് ബൈ.